ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടാണ് ഈ ബ്രദറിൻ്റെ ഈ ലിങ്ക് എടുത്ത് ആ പ്രെയറിൽ കഴിഞ്ഞ വർഷമാണ് കയറിയത്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാതെ എൻ്റെ ഉപ്പൂറ്റിക്ക് മുട്ടിൻ്റെ രണ്ട് കാലും തേയ്മാനമായിരുന്നു. ഉപ്പൂറ്റിക്ക് നല്ല എല്ല് വളർച്ചയുണ്ടായിരുന്നു. അപ്പോൾ നടക്കാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ചെയ്യണം. അത് ഫിസിയോതെറാപ്പി ചെയ്തായിരുന്നു. എന്നിട്ടും എനിക്ക് നടക്കാൻ പറ്റത്തില്ല, കുറവൊന്നുമില്ലായിരുന്നു. എന്നിട്ട് ബ്രദറിൻ്റെ ഈ പ്രെയറിൽ കയറി രണ്ട് ആഴ്ച കഴിഞ്ഞപ്പം ബ്രദർ ഇങ്ങനെ പറയാനുണ്ട്, ഉപ്പൂറ്റി വേദന ഉള്ളവർ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാനത് വിശ്വാസത്തോടെ ആ കൈ ഉപ്പൂറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് ആ ഉപ്പൂറ്റി വേദന ഉണ്ടായിട്ടില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അതുപോലെ തന്നെ പിന്നെ അതിന് വേണ്ടിയിട്ടും എനിക്ക് മരുന്ന് കഴിക്കേണ്ട ഇതുവരെയും ദൈവം വരുത്തിയില്ല. അതുപോലെ തന്നെ എൻ്റെ മോൻ ഗോവയിലായിരുന്നു, വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമായിട്ട് കാല് മുറിവുണ്ടായി, അങ്ങനെ പഴുത്ത് നടക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഈ സൂം മീറ്റിങ്ങിൽ കയറിയിട്ട് എൻ്റെ കാലിൽ തന്നെ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവന് പൂർണ്ണമായി ഒരു വിടുതൽ കിട്ടി. പിന്നെ ഗോവ പ്രദേശത്താണ്, നമ്മൾ എവിടെ ഇരുന്നാലും അപ്പൻ്റെ വചനം അയച്ച് വിടുവിക്കുമെന്ന് നമ്മുടെ വചനത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്രകാരം ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ സൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ അമ്മ പത്തനാപുരത്ത് ദേശത്തായിരുന്നു, എപ്പോഴും മുട്ടുവേദന തേയ്മാനമായിരുന്നു. ഞാൻ എൻ്റെ കരം വെച്ച്, എന്നിട്ടിപ്പോൾ എൻ്റെ ഒരു മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കരം വെച്ച് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് നല്ല സൗഖ്യം എൻ്റെ അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല സൗഖ്യങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച് വചനം ജീവിക്കുന്ന വചനമാണ്. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം നമുക്ക് സൗഖ്യമുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെയും ഞങ്ങൾ കൊല്ലത്ത് കഴിഞ്ഞ വർഷം പ്രെയർ നടന്നപ്പോൾ അവിടെയും വരാനിടയായി. ഞങ്ങൾ 3-4 പേര് അവിടെയും വരാനിടയായി. ഇന്ന് ഓരോ പ്രെയറിലും ഇന്നും ഞങ്ങൾ ലീവ് എടുത്താണ് ഈ പ്രെയറിൽ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് വരാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. ബ്രദറിനെ കാണുവാനും എല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവം ചെയ്ത എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൈവസ്ഥാന വിശ്വസ്തയോടെ നിൽക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ പ്രെയർ നടക്കുന്നുണ്ട്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിരുന്നു.